Dear friends, welcome to the Nurse Q YouTube channel. This is our research in the second video. Our video is research in the chedinu. This video കാണാത്തവരെ video കാണുക. അതുപോലെ നമ്മുടെ ഈ ഒരു സീരീസിലെ എല്ലാ വീഡിയോസും കാണുക. നിങ്ങൾ എക്സാമിന് കാര്യമായിട്ടൊന്നും പഠിച്ചില്ലെങ്കിൽ കൂടി ഈ ഒരു സീരീസിലെ എല്ലാ വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പഴയ വീഡിയോസും കൂടെ കാണുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇനി ആരെങ്കിലും നമ്മുടെ ഈ മെറ്റീരിയൽസ് മേടിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നഴ്സിംഗ് റിസർച്ച് പാർട്ട് 2 ആണ്. ഹൈപ്പോത്തസിസ് നമുക്കറിയാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ എക്സ്പെക്റ്റഡ് റിലേഷൻഷിപ്പ് എമംഗ് 2 or more വേരിയബിൾസ് അണ്ടർ സ്റ്റഡി. ഹൈപ്പോത്തസിസ് ക്യാൻ എക്സ്പ്ലെയിൻ the variables under study, population, proposed outcome, level of significance. So that is the tentative relationship. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു റിസർച്ച് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും ഉണ്ട്. അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ റിസർച്ച് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അത് വിചാരിക്കും ഒരു എക്സ്പെക്റ്റഡ് റിലേഷൻഷിപ്പ്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ മെഡിറ്റേഷനും സ്ലീപ്പും, മെഡിറ്റേഷൻ നമ്മൾ കൊടുക്കും തോറും സ്ലീപ്പിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും എന്ന് നമ്മളൊരു റിസർച്ച് നമ്മൾ വിചാരിക്കുകയാണ്. സോ മെഡിറ്റേഷൻ സ്ലീപ്പ് എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ക്യാൻ മാനിപ്പുലേറ്റ് ബൈ ദ റിസർച്ചർ. അപ്പൊ ആ ഒരു മെഡിറ്റേഷൻ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പല രീതിയിൽ മാനിപ്പുലേഷൻ കൊണ്ടുവന്ന് നമുക്ക് സ്ലീപ്പിന്റെ ക്വാളിറ്റി കൂട്ടാൻ കഴിയും. സോ ദാറ്റ് ഈസ് ദ എക്സ്പെക്റ്റഡ് റിലേഷൻഷിപ്പ്. നമ്മൾ വിചാരിക്കുകയാണ് ആ ഒരു റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആകണം എന്നുള്ള രീതിയിലാണ്. സോ നമുക്ക് ആ ഒരു ഹൈപ്പോത്തസിസിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ വേരിയബിൾസ്, 2 വേരിയബിൾസ് ഉണ്ട്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ പോപ്പുലേഷൻ, നമ്മൾ എടുക്കുന്ന ഗ്രൂപ്പ്, ഇപ്പോൾ ഓൾഡ് ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ ആ ഓൾഡ് ഏജ് ഗ്രൂപ്പ് പോപ്പുലേഷൻ, പ്രപ്പോസ്ഡ് ഔട്ട്കം, എന്തായിരിക്കും ഔട്ട്കം, ദർ വിൽ ബി സിഗ്നിഫിക്കൻസ്, ഇംപ്രൂവ്മെന്റ് ഇൻ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്. ഒരു എക്സാമ്പിൾ ആണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് ഉണ്ട്. സിമ്പിൾ ആൻഡ് കോംപ്ലക്സ്. എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾ. സിമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് സിമ്പിളിനെ പറ്റിയാണ് പറയുന്നത്. സിമ്പിൾ ഹൈപ്പോത്തസിസ് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് ഓൺലി. സോ ദാറ്റ് ഈസ് എറോബിക് എക്സസൈസ് എമംഗ് ഓൾഡ് ഇൻസോംനിയ ക്ലൈന്റ് ഹെൽപ് ടു ഇൻക്രീസ് സ്ലീപ്പ് ക്വാളിറ്റി. ഇപ്പൊ 2 വേരിയബിൾ ഉണ്ട് ഇവിടെ, എറോബിക് എക്സസൈസും അതുപോലെ ഇൻസോംനിയ ക്ലൈന്റ്. അങ്ങനെ എറോബിക് എക്സസൈസ് അതുപോലെ സ്ലീപ്പ് ക്വാളിറ്റി. ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എറോബിക് എക്സസൈസ്, സ്ലീപ്പ് ക്വാളിറ്റി എന്നുള്ളത് ഡിപെൻഡന്റ് വേരിയബിൾ. ഡിപെൻഡന്റ് വേരിയബിൾ. സോ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അത് സിമ്പിൾ ഹൈപ്പോത്തസിസ് ആണ്. കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോർ ദാൻ 2 വേരിയബിൾ. 2 വേരിയബിൾ കൂടുതൽ ഉണ്ടാവും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കോംപ്ലക്സ് ഹൈപ്പോത്തസിന്റെ എക്സാമ്പിൾ ആണിത്. നോളജ് റിഗാർഡിംഗ് ന്യൂബോൺ കെയർ ഈസ് ഹയർ എമംഗ് ദ നേഴ്സസ് who are all working in labor room and having more experience than the nurse who are working in other area and less experience. അപ്പൊ ഇവിടെ 3 വേരിയബിൾ ഉണ്ട്. അതായത് ന്യൂബോൺ കെയർ ഒരു വേരിയബിൾ ആണ്. അതുപോലെ ലേബർ റൂം നേഴ്സസ് രണ്ടാമത്തെ വേരിയബിൾ ആണ്. അതുപോലെ വർക്കിംഗ് ഇൻ അതർ ഏരിയ നേഴ്സസ്. അങ്ങനെ 3 വേരിയബിൾ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നോളജ് ന്യൂബോൺ കെയർ അസസ് ചെയ്യുകയാണ്. അപ്പൊ ആ ഒരു അസസ്മെന്റ് എന്തായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അസസ് സാധാരണ ലേബർ റൂമിൽ വർക്ക് ചെയ്യുന്നവർക്ക് മോർ എക്സ്പീരിയൻസ് ആയിരിക്കും. മറ്റുള്ള ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഇനി ഡയറക്ഷൻ ആൻഡ് നോൺ ഡയറക്ഷൻ ഹൈപ്പോത്തസിസ്. ഇത് രണ്ടും ക്യാൻ ബി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഡയറക്ഷണൽ ആൻഡ് നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് ടൈപ്പ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ്. പോസിറ്റീവ് മീൻസ് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. Nurses with good knowledge regarding organ donation have a positive attitude towards organ donation. അപ്പൊ ഇത് ഡയറക്ഷണൽ പോസിറ്റീവ് ഹൈപ്പോത്തസിസ് ആണ്. Nurses with good knowledge regarding organ donation have a positive attitudes towards organ donation. ഇനി നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് സ്പെസിഫൈ ദ എക്സിസ്റ്റൻസ് ഓഫ് റിലേഷൻഷിപ്പ്. നമ്മൾ സാധാരണ ചെയ്യുന്ന ഇപ്പം there will be significant improvement after practicing aerobic exercise in quality of sleep among old age home in old age group. So that is non-directional hypothesis. There is a relationship മാത്രമേ പറയുന്നുള്ളൂ. Relationship between quality of sleep and meditation അല്ലെങ്കിൽ aerobic exercise. So there is a relationship between knowledge and attitude regarding organ donation among nurses. Then associative and causal hypothesis.
associative and causal hypothesis, not causal, causal hypothesis. Associative hypothesis explain the relationship between two variables in natural setting without any manipulation. Lower the level of hemoglobin level, higher the incidence of infection among cancer patients. നിങ്ങൾ മനസ്സിലാക്കണം associative hypothesis എന്താണ്. ഇതുപോലെ ചോദിക്കും explain the relationship between two variables in natural setting without any manipulation. അതായത് മാനിപ്പുലേഷൻ ഒന്നുമില്ല, റിസർച്ചർ ചെയ്യുന്നതാണ് മാനിപ്പുലേഷൻ. ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ചേഞ്ചസ് വരുത്തുന്നതാണ് മാനിപ്പുലേഷൻ. അങ്ങനെ ഒന്നും മാനിപ്പുലേഷൻ വരുത്താത്തതാണ് അസോസിയേറ്റീവ് ഹൈപ്പോത്തസിസ്. ഈ ഒരു പോയിന്റ്സ് ഇതുപോലെ വായിച്ചു പോവുക. ലോവർ ദ ലെവൽ ഓഫ് ഹിമോഗ്ലോബിൻ ലെവൽ, ഹയർ ദ ഇൻസിഡൻസ് ഓഫ് ഇൻഫെക്ഷൻ എമംഗ് ക്യാൻസർ പേഷ്യൻസ്. സോ ദർ ഇസ് നോ മാനിപ്പുലേഷൻ. ഹിമോഗ്ലോബിൻ ലെവൽ കുറയുന്നതുകൊണ്ട് കുറയുകയാണെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻ കൂടും. സോ ദാറ്റ് ഈസ് അസോസിയേറ്റീവ് ഹൈപ്പോത്തസിസ്. അവിടെ നമ്മൾ ഒരു മാനിപ്പുലേഷനും ചെയ്യുന്നില്ല. Causal hypothesis explain the cause and effect relationship between two or more independent and dependent variable. അപ്പൊ അതിന്റെ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഇപ്പോ എന്താണ്, പ്ലാന്റ് സൂര്യപ്രകാശം നിൽക്കുന്നിടത്തുള്ള പ്ലാന്റ് ആണോ കൂടുതൽ വളരുന്നത്, അതോ സൂര്യപ്രകാശം കിട്ടാത്തിടത്താണോ വളരുന്നത്? അപ്പം സൂര്യപ്രകാശം, സൺലൈറ്റ് ആൻഡ് പ്ലാന്റ് ഗ്രോത്ത്. സോ ദാറ്റ് ഈസ് ദ കോസ് ആൻഡ് എഫക്ട്. സൺലൈറ്റ് ഈസ് ദ കോസ് ആൻഡ് പ്ലാന്റ് ഗ്രോത്ത് ഈസ് ദ എഫക്ട്. സൺലൈറ്റ് ഉള്ളിടത്ത് ഇല്ലാതെ, അതാണ് കോസൽ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾ, ദർ ഇസ് നോ സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് ആഫ്റ്റർ പ്രാക്ടീസിങ് എറോബിക് എക്സസൈസ്. സോ ദാറ്റ് ഈസ് നൾ ഹൈപ്പോത്തസിസ്. നോ എന്ന് വരുന്നത് നള്ളാണ്, നേരത്തെ പറഞ്ഞതാണ്. അടുത്ത റിസർച്ച് ഹൈപ്പോത്തസിസ്. ദർ വിൽ ബി, നമ്മൾ സാധാരണ പറയുന്നത് ദർ വിൽ ബി സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ്, ദർ വിൽ ബി പോസിറ്റീവ് കോറിലേഷൻ, സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് ആഫ്റ്റർ പ്രാക്ടീസിങ് എറോബിക് എക്സസൈസ് among quality of sleep, after practicing aerobic exercise there will be significant improvement in quality of sleep among old age people. So that is research hypothesis. Okay, measure of central tendency include all of the following except, കുറച്ച് ചെറിയ അക്ഷരത്തിലാണ് ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. മീൻ, മോഡ്, പെയർഡ് ടി ടെസ്റ്റ്, മീഡിയൻ. അപ്പൊ ഇവിടെ പെയർഡ് ടി ടെസ്റ്റ് ആണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മീൻ, മോഡ്, മീഡിയൻ ഒക്കെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്, ആവറേജ് കാണുന്നതാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് മീനാണ് എന്നും പറഞ്ഞിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ ബി ഡിസൈറബിൾ സാമ്പിളിംഗ് ടെക്നിക് ഇഫ് യുവർ സാമ്പിൾസ് ആർ ഇഞ്ചക്ഷൻ ഡ്രഗ് യൂസേഴ്സ്? ഓപ്ഷൻസ്: കോട്ട സാമ്പിളിംഗ്, കൺവീനിയന്റ് സാമ്പിളിംഗ്, പർപ്പസീവ് സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്. ഓക്കെ, നമ്മുടെ നേരത്തെ വീഡിയോകളൊക്കെ ചെയ്തവർക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. കാരണം നേരത്തെ വീഡിയോസ് ഒക്കെ കണ്ടവർക്ക്, കാരണം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ തന്നെ. അപ്പൊ ഇഞ്ചക്ഷൻ ഡ്രഗ് യൂസേഴ്സിന് നമ്മൾ എങ്ങനത്തെ, അല്ലെങ്കിൽ സെക്സ് വർക്കേഴ്സിന് നമ്മൾ കൊടുക്കുന്ന സാമ്പിളിംഗ് ടെക്നിക്കാണ് സ്നോബോൾ സാമ്പിളിംഗ്. സ്നോബോൾ സാമ്പിളിംഗ് ആണ് കേട്ടോ. സ്നോബോൾ സാമ്പിളിംഗ്. സ്നോബോൾ സാമ്പിളിംഗ് ഈസ് വെയർ റിസർച്ച് പാർട്ടിസിപ്പൻസ് റിക്രൂട്ട് അതർ പാർട്ടിസിപ്പൻസ് ഫോർ എ ടെസ്റ്റ് ഓർ സ്റ്റഡി. It is used where potential participants are hard to find. It's called snowball sampling because in theory, once you have the ball rolling, it picks up more snow along the way and becomes larger and larger. So നമ്മളൊരു വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള പാർട്ടിസിപ്പൻസിനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സാമ്പിളാണ് സ്നോബോൾ സാമ്പിളിംഗിൽ എടുക്കുന്നത്. അപ്പൊ നമ്മളൊരു ഡ്രഗ് യൂസേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവര് വഴി മറ്റുള്ള ഡ്രഗ് യൂസേഴ്സിന്റെ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും ഫോർ റിസർച്ച്. ഇപ്പൊ നമുക്ക് പോയി അവരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ സെക്സ് വർക്കേഴ്സിനെ അതുപോലെയാണ്. അങ്ങനെ ഇപ്പൊ സ്നോ ബോൾ എന്ന് പറയുമ്പോൾ സ്നോയിലൂടെ ബോൾ ഇങ്ങനെ ഉരുണ്ട് പോകുമ്പോൾ ആ സ്നോ ഒക്കെ ആ മഞ്ഞൊക്കെ ഒട്ടിപ്പിടിക്കും. അങ്ങനെ കൂടുതൽ സാമ്പിളിംഗ് കിട്ടും. അതാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഈ ഇവിടെ കോട്ട ആൻഡ് പർപ്പസീവ് കൺവീനിയന്റ് സാമ്പിളിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കൺവീനിയന്റ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ റിസർച്ചറിന്റെ കൺവീനിയന്റ്, പർപ്പസീവ് എന്ന് പറയുമ്പോൾ റിസർച്ചറിന്റെ ഉദ്ദേശം. പർപ്പസീവ് സാമ്പിളിംഗ്, റിസർച്ചർ ഇറ്റ്സ് എ നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ്, പർപ്പസീവ് സാമ്പിളിംഗ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Entire population to which researcher would like to generalize the results termed as. Options: total population, target population, variable sample. അപ്പൊ പോപ്പുലേഷനെ റിസർച്ചറിന്റെ ഫൈൻഡിങ്സ് കണ്ടിട്ട് ആ ജനറലൈസ് ചെയ്യും. നമ്മൾ ഇപ്പൊ ഒരു 100 പേരെ 10,000 പേരിൽ നിന്ന് 100 പേരെ എടുത്തിട്ട് നമ്മൾ ആ ഒരു ഫൈൻഡിങ്സ് ചെയ്യുന്ന ബാക്കിയുള്ള 10,000 പേരും ഇങ്ങനെ ആയിരിക്കാം. 100 പേരെ നമ്മൾ എടുത്തു, നമ്മൾ അവരുടെ ഫൈൻഡിങ്സ് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പൊ 10,000 പേരിലും ഇതേപോലുള്ള കണ്ടെത്താം
അപ്പൊ ആ റിസൾട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന ഗ്രൂപ്പാണ് ടാർഗറ്റ് പോപ്പുലേഷൻ. ടാർഗറ്റ് പോപ്പുലേഷൻ വരുന്നതാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പം എൻറ്റയർ പോപ്പുലേഷൻ നമ്മൾ കമ്പയർ ചെയ്യുന്ന ടാർഗറ്റ് പോപ്പുലേഷൻ. ടാർഗറ്റ് പോപ്പുലേഷൻ ഈസ് ദ പോപ്പുലേഷൻ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ യുവർ സ്റ്റഡി. Study population is a subpopulation that you are taking from the target population for doing your study. ഇപ്പൊ നമ്മൾ കോഴിക്കോട് സിറ്റിയിലുള്ള ഒരു ടാർഗറ്റ് ഒരു പ്ലേസിൽ നമുക്കൊരു 10,000 പേരെ നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ആ ടാർഗറ്റിൽ നിന്ന് നമ്മളൊരു 100 പേരെ എടുത്തിട്ട് സ്റ്റഡി ചെയ്യും. അങ്ങനെ എടുക്കുന്ന ആ ഒരു 100 പേരാണ് നമ്മുടെ സാമ്പിൾ. നമ്മുടെ സാമ്പിളാണ് 100 പേര്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് സാമ്പിളിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ടാർഗറ്റ് പോപ്പുലേഷൻ. ആ ഒരു 1000 പേര് അല്ലെ 10,000 പേരാണ് ടാർഗറ്റ് പോപ്പുലേഷൻ. ദ തിയറിറ്റിക്കൽ പോപ്പുലേഷൻ ഈസ് ദ സെയിം ആസ് ദ ടാർഗറ്റ് പോപ്പുലേഷൻ. അതർ നെയിം ഓഫ് ടാർഗറ്റ് പോപ്പുലേഷൻ ദാറ്റ് ഈസ് തിയറിറ്റിക്കൽ പോപ്പുലേഷൻ, വിച്ച് ഇസ് ദ പോപ്പുലേഷൻ യു വാണ്ട് യുവർ സ്റ്റഡി ടു ബി ജനറലൈസ്ഡ്. ജനറലൈസ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലായിരിക്കും. നമ്മൾ റിസർച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഉദ്ദേശിക്കണം ഈ 1000 പേരും ഇങ്ങനെ ആയിരിക്കാം, ഈ 100 പേരെ പോലെ ആയിരിക്കാം ഈ 1000 പേരും എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. Next question, the type of research focused on finding a solution to an immediate practical problem is termed as options: basic research, applied research, descriptive research, exploratory research. അപ്പൊ എന്താണ് റിസർച്ച് ഫോക്കസ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് പ്രാക്ടിക്കൽ പ്രോബ്ലം, പെട്ടെന്നുള്ള നമ്മളൊരു പ്രാക്ടിക്കൽ പ്രോബ്ലത്തിന് വേണ്ടി ചെയ്യുന്ന റിസർച്ച് ആണ് അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ച്, ആപ്ലിക്കേഷൻ, അപ്ലൈഡ് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. Applied research, that is a basic research, is theoretical in nature, while applied research is practical in nature. So applied research practical ആണ്. Basic research refers to a study that is aimed at expanding the existing base of scientific knowledge. ആ scientific knowledge improve ചെയ്യുന്നതാണ് basic research. Applied research is the research that is designed to solve specific practical problems or answer certain questions. Next question, a method of data collection which is free from sampling errors. Options: census survey, sample survey, quota sampling, all of the above. അപ്പൊ ഇവിടെ സാമ്പിളിംഗ് എറേഴ്സുമായിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന ഏതാണ്? സെൻസസ് സർവേ ആണ്. സെൻസസ് സർവേ ഈസ് ഫ്രീ ഫ്രം സാമ്പിളിംഗ് എറേഴ്സ്. കാരണം സെൻസസ് നമ്മൾ ഓരോ ആളുടെയും വീടുകളിൽ പോയി എടുക്കുന്നതുകൊണ്ട് സാമ്പിളിംഗ് എറേഴ്സ് കുറവായിരിക്കും. Census survey, a sample is a group of people, objects or items that are taken from a larger population for measurement. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു the sample should be representative of the population. കുറച്ച് സ്പീഡിൽ പോവുകയാണ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ടാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവുക. A sampling error is a statistical error that occurs when an analyst does not select sample that represents the entire population of data. Statistical error വരും. Quota sampling is defined as non-probability sampling. Probability എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ നോൺ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ ആ ചാൻസ് ഇല്ല. കാരണം കോട്ട എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളിപ്പോ ഇന്ത്യയിലെ മൊത്തമായിട്ട് സ്റ്റഡി ചെയ്യുകയാണ്. ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളെ ഓരോ കോട്ടയായിട്ട് തിരിച്ചിരിക്കുകയാണ്. അവിടെ നമ്മളൊരു പർട്ടിക്കുലർ പീപ്പിളിനെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. അത് നോൺ പ്രോബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ so non-probability sampling method in which researchers create a sample involving individuals that represent a population. Researchers choose these individuals according to specific trait or qualities. അപ്പൊ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉള്ള ട്രൈറ്റിലുള്ള ആളുകളെ ആയിരിക്കും നമ്മൾ റിസർച്ചിന് വേണ്ടി എടുക്കുന്നത്. എന്റെ ഒരു കോട്ടയായിട്ട് തിരിച്ചാണ് എടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ ഫോർ ക്ലസ്റ്റർ സാമ്പിളിംഗ്? ഓപ്ഷൻസ്: എ ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്, എവരി nth member of population is selected to be included in the study, a probability sampling technique where researchers divide the population into multiple groups for research, simplest design, every member has equal chance, example lottery method, stratified random sampling involves dividing the entire population into homogeneous groups, male, female or education called strata. അപ്പൊ ഇവിടെ ഈ നാല് പോയിന്റ്സും ഈ നാല് സ്റ്റേറ്റ്മെന്റും 4 പോയിന്റ്സ് ആണ്. അപ്പൊ ക്ലസ്റ്റർ സാമ്പിളിംഗ് വരുന്ന ഇവിടെ ബി ഓപ്ഷൻ ആണ്. എ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക് വേർ റിസർച്ചേഴ്സ് ഡിവൈഡ് ദ പോപ്പുലേഷൻ ഇൻടു മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്ലസ്റ്റേഴ്സ്, അതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. അതുപോലെ ഇവിടെ ഈ nth നമ്പർ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഇസ് എ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എവരി kth മെമ്പർ അല്ലെങ്കിൽ എവരി nth മെമ്പർ 100 പേരുണ്ടെങ്കിൽ എവരി 10ാമത്തെ ആൾക്ക് ഒരു ചാൻസ് കൊടുക്കുന്നത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ഒരു കോട്ടയായിട്ട് സെലക്ട് ചെയ്ത് തിരിച്ച് വെച്ചിരിക്കുകയാണ്. അവിടെ നോൺ പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് തന്നെയാണ്.
Cluster sampling is a probability sampling. Then simplest design, every members has equal chance. That is simple random sampling. Lottery method or simple random sampling ആണ്. Stratified random sampling involves dividing the entire population into homogeneous group like male, female, or education or income, like called strata. Strata ആയിട്ട് തിരിച്ചിരിക്കുകയാണ് entire population according to male, female, education അങ്ങനെ തിരിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. നേരത്തെ വീഡിയോ ഒക്കെ കാണുക. ഇത് നിങ്ങൾ ജസ്റ്റ് വായിച്ചിട്ട് പോകുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. Answer a probability sampling technique where researcher divide the population into multiple groups for researcher. Next question, which measure of central tendency is most affected by extreme values? Options arithmetic mean, median, mode, all of the above. Extreme values ne most affect ചെയ്യുന്ന arithmetic mean ആണ്. ഈ ഒരു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് മീൻ ആണ്, അരിത്മെറ്റിക് മീൻ ആണ്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ക്ലാസ് ഞാൻ എക്സാമിന് മുന്നേ ആയിട്ട് തരണമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാനത് കഴിയുമെങ്കിൽ തരുന്നതായിരിക്കും. അരിത്മെറ്റിക് മീൻ ഇറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ സം ഓഫ് ദ വാല്യൂസ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. മീന് നമ്മൾ നോക്കിയിട്ടുണ്ട്, 10 സംഖ്യ ഉണ്ടെങ്കിൽ 10 കൂടെ കൂട്ടിയിട്ട് 10 കൊണ്ട് ഹരിക്കുക. So that is given. It is derived from the sum of the values divided by the number of observations. The hypothesis that the population variance has a specified value can be tested by options chi-square test, F-test, T-test, all of the above. The hypothesis that the population variance has a specified value can be tested by chi-square test. Chi-square test. Chi-square test tells us whether two variables are independent of one another. അപ്പോൾ രണ്ട് വേരിയബിളും ഇൻഡിപെൻഡന്റ് ആണോ നമുക്ക് മനസ്സിലാക്കി തരുന്ന ടെസ്റ്റ് ആണ് chi-square ടെസ്റ്റ്. ഇപ്പം ഡിപെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് ആണോ എന്ന് മനസ്സിലാക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പോപ്പുലേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡിനോമിനേറ്റർ ഓഫ് സ്റ്റിൽ ബർത്ത് റേറ്റ്? സ്റ്റിൽ ബർത്ത് റേറ്റ്, സ്റ്റിൽ ബർത്ത് എന്ന് പറയുമ്പോൾ കുഞ്ഞ് മരിച്ചിട്ട് ജനിക്കുന്നത്, അതാണ് സ്റ്റിൽ ബർത്ത്. Options: number of live birth, number of pregnancies, number of live birth, abortion and stillbirth, number of live birth and stillbirth. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, which population included in the denominator? Denominator എന്ന് പറയുമ്പോൾ താഴെയുള്ളതാണ്. സ്റ്റിൽ ബർത്ത് റേറ്റിന്റെ ഫോർമുലയിൽ താഴെയുള്ളത് ഏതാണ്? നമ്പർ ഓഫ് ലൈവ് ബർത്ത് ആൻഡ് സ്റ്റിൽ ബർത്ത്. നമ്പർ ഓഫ് ലൈവ് ബർത്ത് ആൻഡ് സ്റ്റിൽ ബർത്ത് എന്നുള്ളതാണ് ഫോർമുലയുടെ താഴെയുള്ളത്. സ്റ്റിൽ ബർത്ത് റേറ്റ് എങ്ങനെയാണ് കാണുന്നത്? ഇസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ഫീറ്റൽ ഡെത്ത് അറ്റ് 28 വീക്സ് ഓർ മോർ ജസ്റ്റേഷൻ പെർ 1000 ടോട്ടൽ ബർത്ത്. ഇത് നോക്കുക, സ്റ്റിൽ ബർത്ത് എന്ന് പറയുന്നത് 28 ആഴ്ചയ്ക്ക് ശേഷം കുഞ്ഞ് മരണപ്പെടുകയാണ് എങ്കിലാണ് സ്റ്റിൽ ബർത്ത് എന്ന് പറയുന്നത്, 28 ആഴ്ചയ്ക്ക് ശേഷം. സോ അത് പെർ 1000 ടോട്ടൽ ബർത്തിൽ നോക്കുമ്പോഴാണ് സ്റ്റിൽ ബർത്ത് റേറ്റ് വരുന്നത്. സോ ഇവിടെ ഇക്വേഷൻ, സ്റ്റിൽ ബർത്ത് റേറ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്റ്റിൽ ബർത്ത് ഇൻ എ ഇയർ ഇൻ പർട്ടിക്കുലർ പ്ലേസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ബർത്ത്, ദാറ്റ് ഈസ് ലൈവ് ബർത്ത് പ്ലസ് സ്റ്റിൽ ബർത്ത്. അതാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ, അതാണ് in a year in a particular place. Still birth rate is equal to number of still birth in a year in particular place divided by total birth, that is live birth plus still birth in a year in particular place. Formula നോക്കി പോവുക, എക്സാമിന് ചോദിക്കാം. Next question, epidemiology is defined as the study of the distribution and determinants of health related states or events in specified proportions and the application of this study to control of health problems. Who gave this definition? Options: Greenwood, W.H. Frost, John M. Last, Park. അപ്പോൾ ജോൺ എം ലാസ്റ്റിന്റെ ഡെഫിനിഷൻ ആണ് എപ്പിഡെമിയോളജിയുടെ ഡെഫിനിഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. നമ്മൾ പലപ്പോഴും നേരത്തെ പഠിച്ചിട്ടുള്ള ഡെഫിനിഷൻസ് ആണിത്. ഇന്ന് തന്ന ഈ റിസർച്ചിന്റെ പോയിന്റ്സുകൾ നമ്മൾ എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസ് എല്ലാം തീർച്ചയായിട്ടും കാണുക, എന്നിട്ട് ഈ വീഡിയോ കാണുക, അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. അപ്പൊ മെറ്റീരിയൽസിന് വേണ്ടി ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് മെറ്റീരിയൽസ് വായിച്ച് എക്സാമിന് ലാസ്റ്റ് ആ ഒരു സ്റ്റഡി ടിപ്സ് ആയിട്ട് എക്സാമിന് വായിച്ച് പോകാൻ കഴിയും. അപ്പൊ ഞാനിത് വിചാരിക്കുന്നു. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് എക്സാമിന് വരും തന്നെയാണ് ഞാൻ കരുതുന്നത്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാമിനേഷൻ. താങ്ക് യു. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്.